നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവിഭവങ്ങളും അവയ്ക്കുള്ള ഇൻഗ്രീഡിയൻസും ആണ് പേജ് നമ്പർ 78 ആദ്യം ചോദിച്ചിട്ടുള്ളത്. ബോയിൽഡ് റൈസ്, ചപ്പാത്തി, സാമ്പാർ, എഗ് കറി, ഇഡ്ഡലി, ചിക്കൻ കറി, അപ്പം, ബിരിയാണി, ദാൽ കറി, ഉപ്പുമാവ്, ഫിഷ് കറി അങ്ങനെയുള്ള ഡിഷും അവയ്ക്ക് വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. Are all the food items you have written on the table of the same type? ഇപ്പോൾ ടേബിളിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഒന്ന് തന്നെയാണോ? നോ. സെയിം ടൈപ്സ് എന്ന് പറയുന്നത് സീരിയൽസ്, അതായത് ധാന്യങ്ങളാണ്. റൈസ്, വീറ്റ്, അരിയും ഗോതമ്പ് അതിൽ പെടും. പൾസസ്, വെജിറ്റബിൾസ് ആൻഡ് ട്യൂബേഴ്സ്, ഫിഷ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്. റൈറ്റ് ദ നെയിംസ് ഓൺ കറസ്പോണ്ടിങ് ബാസ്ക്കറ്റ്സ്. തന്നിരിക്കുന്ന ചിത്രത്തിലെ പേരുകൾ കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം അവയിൽ ഒരേ സെറ്റ് വരുന്നവരെ ഒരേ ബാസ്ക്കറ്റിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാബേജ്, ലേഡീസ് ഫിംഗറാണ് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ വരിക. ജാക്ക് ഫ്രൂട്ട്, മാംഗോ എന്നുള്ള സെക്കൻഡ് ബാസ്ക്കറ്റിൽ. മിൽക്ക്, ഫിഷ്, മീറ്റ് അത് മൂന്നാമത്തെ ബാസ്ക്കറ്റ്. ഫോർത്ത് കൊലോക്കേഷ്യ, യാം, ടപ്പിയോക്ക. ഫിഫ്ത്തിൽ കൗപ്പീസ്, ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം. സിക്സ്ത് റൈസ്, വീറ്റ്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ വരുന്നത് വെജിറ്റബിൾസ്, സെക്കൻഡ് ഫ്രൂട്ട്സ്, തേർഡ് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ് ഐറ്റംസ്. ഫോർത്ത് എന്ന് പറയുമ്പോൾ ട്യൂബേഴ്സ്. ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ പയർവർഗ്ഗത്തിൽ പെടും. സിക്സ്ത് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളിൽ പെടും. പേജ് നമ്പർ 80 പദസൂര്യൻ പൂരിപ്പിക്കാനുണ്ട്. പച്ചക്കറികളുടെ പേര് എഴുതിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. തേർഡ് ബാസ്ക്കറ്റിൽ ആനിമൽസിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്രകാരം കൂടുതൽ എഴുതാനായിട്ടാണ് മിൽക്കിൻ്റെ പ്രൊഡക്റ്റുകൾ, എഗ്ഗ്, മീറ്റ്, ഫിഷ് ഇവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ പേരാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്യൂബേഴ്സിനെ കുറിച്ചാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ. എ ട്യൂബർ ഈസ് എ ഫ്ലഷി അണ്ടർഗ്രൗണ്ട് റൂട്ട് ഓർ സ്റ്റെം ഓഫ് എ പ്ലാന്റ്. ഒരു ചെടിയുടെ തിക്കായിട്ടുള്ള പോർഷൻസ് ആണ്. അത് റൂട്ടും ആകാം സ്റ്റെമ്മും ആകാം. അതാണ് കിഴങ്ങ് വർഗ്ഗം എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ, ടപ്പിയോക്ക, യാം, കൊലോക്കേസിയ, പൊട്ടറ്റോ, ജിഞ്ചർ. പൾസസ് എന്ന് പറയുമ്പോൾ പയറുവർഗ്ഗങ്ങളാണ്. ദാൽ, ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം, ഹോഴ്സ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം, പീനട്സ്, റെഡ് കൗപ്പീസ് ഇതൊക്കെയും പൾസസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് സീരിയൽസ്, ധാന്യങ്ങളാണ്. റൈസ്, വീറ്റ് അവ എക്സാമ്പിൾ ആണ് ധാന്യങ്ങൾക്ക്. പിന്നെ റൈസ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, വീറ്റ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. 81 പദസൂര്യനായിട്ട് ഇത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ. ഫിംഗർ മില്ലറ്റ് റാഗിയാണ്. ഫോക്സ്റ്റെയിൽ മില്ലറ്റ് തിന, ലിറ്റിൽ മില്ലറ്റ് ചാമ, സെസമി എള്ള്, പേൾ മില്ലറ്റ് ബജ്ര ഇവ എക്സാമ്പിൾ ആണ് മില്ലറ്റ്സിന്. റാഗി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസിന്റെ പേരാണ് അവിടെ തന്നിട്ടുള്ളത്. റാഗി പൊരിച്ച്, റാഗിയുടെ കഞ്ഞി, ഉപ്പുമാവ്, കുറുക്ക്, അട. ചാമ, ചാമ കൊണ്ട് അട, ഉപ്പുമാവ്, പൊരിച്ച്. തിന കൊണ്ട് പായസം, പൊരിച്ച്, പുട്ട്. പൊരിച്ച് എന്ന് വെച്ചാൽ കഞ്ഞിയാണ്. Why should we include foods from different categories in our diet? നമ്മുടെ ഡയറ്റിൽ പലതരം ഫുഡ് ഉൾപ്പെടുത്തുന്ന എന്തിനാണ്? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, ശരിയായ വളർച്ച ലഭിക്കാൻ. ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്, രോഗങ്ങളെ പ്രതിരോധിക്കാൻ. ടു ഗെറ്റ് എനർജി, എനർജി ലഭിക്കാൻ. ടു ഒബ്റ്റെയിൻ വേരിയസ് ന്യൂട്രിയൻസ് ടു ദ ബോഡി, പലതരത്തിലുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ. ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, പ്രോപ്പർ ആയിട്ടുള്ള വളർച്ച ലഭിക്കാനായിട്ട് പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ് ഇവ നമുക്ക് കഴിക്കാം. പിന്നീട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നോക്കുമ്പോൾ ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്, രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടാണ്. ഹെൽപ്സ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, ജോലി ചെയ്യാനുള്ള ആരോഗ്യം ലഭിക്കാനായിട്ട് നമ്മൾ സീരിയൽസ്, ട്യൂബേഴ്സ് എന്നിവ സഹായിക്കുന്നു. അപ്പോൾ ഫുഡ് ഐറ്റംസിന് നമ്മൾ പലതരം ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് പല ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ്, ശരീരത്തിന് പല ന്യൂട്രിയൻസ് ലഭിക്കാനായിട്ടാണ്. ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് വി ഗെറ്റ് ഫ്രം ദം, ആ ഫുഡ് ഐറ്റംസിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സും മനസ്സിലാക്കാനുള്ള ഒരു ബോക്സ് ആണ് അടുത്തത്. ഇത് പേജ് നമ്പർ 83 വർക്കാണ്. ഫുഡ്സ് പ്രിപ്പയർഡ് ഇൻ ഓയിൽ, എണ്ണയിൽ വറുത്ത പലഹാരങ്ങളെക്കുറിച്ച് ഒരു ഭാഗം പേജ് നമ്പർ 84 എക്സാമ്പിൾ ചോദിക്കുമ്പോൾ സമോസ, ബോണ്ട, ബനാന ഫ്രിറ്റേഴ്സ് വെച്ചാൽ പഴംപൊരി, പൊട്ടറ്റോ ചിപ്സ്, ലെന്റിൽ ഫ്രിറ്റേഴ്സ് പരിപ്പ് വട. കൂടുതൽ എക്സാമ്പിൾസ് എഴുതുക. അപ്പോൾ ഇങ്ങനെ
ഭക്ഷ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ് ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നുണ്ട്. പക്ഷേ എക്സസ് യൂസ് ഓഫ് ദ ഓയിൽസ് വിൽ ഇൻക്രീസ് ബോഡി ഫാറ്റ്. ഓവറായിട്ടുള്ള എണ്ണയുടെ ഉപയോഗം ബോഡി ഫാറ്റ് കൂട്ടുന്നു. ദിസ് മേ ലീഡ് ടു വേരിയസ് ഡിസീസസ്. പല രോഗങ്ങൾക്ക് കാരണമാകുന്നു. സോ ഈറ്റിംഗ് ഫ്രൈഡ് ഫുഡ് പ്രോഡക്ട്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. അപ്പോൾ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. ആ ഭാഗം ചർച്ച ചെയ്യുക. ഒരു ഹെൽത്ത് കാർഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കുട്ടിക്ക് തയ്യാറാക്കേണ്ടതാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പാൽ, മീൻ, മുട്ട, ഇറച്ചി, അങ്ങനെ പല ടൈപ്പ് ഫുഡുകൾ ഓരോ ആഴ്ചയിലും നമ്മൾ എത്രമാത്രം കഴിക്കണം എന്നുള്ളതാണ് ഇതിലുള്ളത്. ഇനി പട്ടിക വിശകലനം ചെയ്തിട്ട് ഫുഡിൻ്റെ ക്രമത്തിൽ മാറ്റം വരുത്തേണ്ട ഭാഗങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്തേരമാത്രം ഉപയോഗിക്കുന്നു, കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, പിന്നീട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും കൈയും മുഖവും നന്നായി കഴുകുന്നു. നമ്മുടെ വൃത്തിയുടെ ശീലങ്ങളാണ്. കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടിയുള്ള വിവിധ കളികളിൽ ഏർപ്പെടുന്നു. പച്ചക്കറികൾ നടൽ, നനയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. അങ്ങനെ പൊതുവായ കാര്യങ്ങളും കൂടി ഹെൽത്ത് കാർഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അത് സാലഡ് തയ്യാറാക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ടേക്ക് സം വെജിറ്റബിൾസ്, ടൊമാറ്റോ, ക്യാരറ്റ്, കുക്കുംബർ, ഓണിയൻ എക്സ്ട്രാ. വാഷ് ദ വെജിറ്റബിൾസ് വെൽ. കട്ട് ദം ഇൻ ടു തിൻ പീസസ്. ചെറിയ പീസായി കട്ട് ചെയ്യുക. സ്പ്രെഡ് സം സോൾട്ട് ആൻഡ് പെപ്പർ പൗഡർ upon the sliced pieces. പീസുകളുടെ മുകളിലേക്ക് സോൾട്ടും പെപ്പർ പൗഡറും ആഡ് ചെയ്യുക. ആഡ് സം വിനെഗർ. Our salad is ready. What are the things keep in mind when preparing uncooked dishes? പാകം ചെയ്യാത്ത ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ വാഷിംഗ് ദം വെൽ. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഫ്രൂട്ട്സും വെജിറ്റബിൾസും യൂസ് ചെയ്യുക. വാഷ് ദ വെജിറ്റബിൾസ് ബിഫോർ കട്ടിംഗ് ദം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴുകിയിരിക്കണം. പേജ് നമ്പർ 87 തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെന്നാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, ട്യൂബേഴ്സ് എക്സെട്ര തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളെല്ലാം അതിലുണ്ട്. അതിനുശേഷം ഒരു സാലഡിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? കിവി, ഓണിയൻ, ടൊമാറ്റോ, സ്ട്രോബെറി, ഗ്രേപ്സ്, ബ്രോക്കലി, മിന്റ് ലീവ്സ്. ഹൗ ആർ ദീസ് ഫുഡ് ഐറ്റംസ് ബെനിഫിഷ്യൽ ടു അവർ ഹെൽത്ത്? ഈ ഫുഡ് ഐറ്റംസ് നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ സഹായകരമാകുന്നു? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, എഗ് ആൻഡ് ലീഫി വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ്. നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ ഈ ഫുഡിലുണ്ട്. ഇൻക്ലൂഡിംഗ് ദിസ് ഇൻ ദി ഡയറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഹെൽത്ത് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന്, ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്കും എഗ്ഗും ലീഫി വെജിറ്റബിൾസും ഒക്കെയും സഹായിക്കും. അതിനുശേഷം പേജ് നമ്പർ 88 വേവിച്ച് കഴിക്കുന്ന ഫുഡ്, വേവിക്കാതെ കഴിക്കുന്ന ഫുഡ്, വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ ലിസ്റ്റുകൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി ചേർക്കുക. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം ദ മോസ്റ്റ്? നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്, ഉപയോഗിക്കുന്നത് കുക്ക് ചെയ്ത ഫുഡുകളാണ്. വിച്ച് കാറ്റഗറി ഓഫ് ദി ഫുഡ് ഐറ്റംസ് ആർ മോസ്റ്റ്ലി കൺസ്യൂംഡ് റോ? നമ്മൾ പച്ചയായിട്ട് വേവിക്കാതെ കഴിക്കാൻ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ആണ്. വാട്ട് അബൌട്ട് ദ കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്? വേവിച്ച് മാത്രം കഴിക്കുന്നത് സീരിയൽസ്, ട്യൂബേഴ്സ്, ഫിഷ് ആൻഡ് മീറ്റ്. ഇവ നമ്മൾ കൂടുതലായിട്ട് വേവിച്ച് മാത്രമാണ് കഴിക്കാറുള്ളത്. വൈ ഡു വി കുക്ക് ഫുഡ്? എന്തിനാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ. ടു കിൽ ജെംസ്, അണുക്കളെ നശിപ്പിക്കാൻ. ടു ഡൈജസ്റ്റ് ക്വിക്ക്ലി, നമുക്ക് വേഗം ദഹനം കിട്ടാനായിട്ട്. ഡയറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമോ എന്നാണ്. അവോയ്ഡ് ഫാറ്റി ഫുഡ്, കൊഴുപ്പുള്ള ഫുഡുകൾ ഒഴിവാക്കുക. ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ ഡയറ്റിൽ ഇല ഫുഡുകളും അതുപോലെ തന്നെ പഴങ്ങളും ഉൾപ്പെടുത്തുക. ഇൻക്ലൂഡ് ഫൈബർ റിച്ച് വെജിറ്റബിൾസ്, നാരുകൾ കൂടുതലായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുക. ഇൻക്ലൂഡ് മീറ്റ്, ഫിഷ്, മിൽക്ക് ആൻഡ് എഗ്സ് ഇൻ അവർ ഡയറ്റ്. ഇറച്ചിയും മീനും പാലും മുട്ടയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് കഴിക്കാനല്ല, ആവശ്യത്തിന് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. ഡു യു നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ചൂയിങ് ഫുഡ്? ഫുഡ് ചവച്ചരച്ച് കഴിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഡൈജഷൻ ബിക്കം ഈസി, ദഹനം എളുപ്പമാകും. ഡിഫറെന്റ് ടേസ്റ്റസ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്, വിവിധ രുചികൾ തിരിച്ചറിയാം. ഇനി താഴെ പറഞ്ഞിരിക്കുന്ന ശീലങ്ങൾ നല്ലതാണോ, അത് ശരിയാണോ തെറ്റാണോ എന്നറിയാനായിട്ടാണ്. ഈറ്റിംഗ് ഫുഡ് വിതൗട്ട് വാഷിംഗ് ഹാൻഡ്സ്, കൈ കഴുകാതെ ഫുഡ് കഴിക്കുന്നത് ബാഡ് ആണ്. ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ് വെൽ, ഇറച്ചി നന്നായി വേവിച്ച് കഴിക്കുന്നു, ഗുഡ്. യൂസിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്,
കഴുകിയതിനു ശേഷം പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുന്നു, അത് ഗുഡ്. നോട്ട് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ബിറ്റൻ ബൈ ക്രിയേച്ചേഴ്സ്, ജീവികൾ കടിച്ച പഴങ്ങൾ കഴിക്കാറില്ല, ഗുഡ്. ഷോയിങ് റെലക്റ്റൻസ് ടു ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നു, ബാഡ് ക്യാരക്ടറാണ്. നോട്ട് ഹാവിംഗ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്, രാവിലത്തെ തിരക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, അതും ബാഡാണ്. ബെനിഫിറ്റ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്, നമുക്ക് ചുറ്റുപാടും ഉള്ള പഴങ്ങളും പച്ചക്കറികളും വളർത്തുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നാണ്. ഗുഡ് ടേസ്റ്റ് ആൻഡ് നറിഷ്മെന്റ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ക്യാൻ ബി യൂസ്ഡ് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം. നോട്ട് യൂസിങ് എക്സസ് പെസ്റ്റിസൈഡ്സ് ആൻഡ് കെമിക്കൽസ്, ഓവറായിട്ടുള്ള കീടനാശിനികളും കെമിക്കൽസും ഒന്നും ചേർത്ത് വരുന്നതല്ല. സേവ്സ് മണി സംരക്ഷിക്കാം, അതായത് നമുക്ക് പണം സംരക്ഷിക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആകും. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് കൃഷി ചെയ്യുന്നത്, അപ്പോൾ മൈൻഡൊക്കെ സെറ്റ് ആവും. നറിഷ്മെന്റ് എന്ന് വെച്ചാൽ പോഷണം, നല്ല പോഷക ഗുണമുള്ളതാണ്. സ്കൂൾ വെജിറ്റബിൾ ഗാർഡനിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടികളാണ് പീ, കുക്കുംബർ, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, സ്പിനാഷ്, ഗ്രീൻ ചില്ലി, ക്യാബേജ്, എലഫന്റിയ, പംകിൻ, മുരിങ്ങ, ബ്രിഞ്ചാൾ. Does your garden have the variety of food items necessary for healthy living? ആരോഗ്യമുള്ള ജീവിതത്തിന് ആവശ്യമായ പലതരം വിളകൾ നിങ്ങളുടെ തോട്ടത്തിലുണ്ടോ? Let's prepare the table. ഐറ്റംസ് എന്ന് പറയുമ്പോൾ പൾസസ്, ട്യൂബേഴ്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്. ഇനി നിലവിൽ തോട്ടത്തിലുള്ളവയാണ് സെക്കൻഡ് ബോക്സിലുള്ളത്. ഇനി those to be included, ഇനി ഉൾപ്പെടുത്തേണ്ടവയാണ് തേർഡ് ബോക്സിൽ എഴുതേണ്ടത്. അതായത് വെജിറ്റബിൾ ഗാർഡനിൽ നോക്കിയിട്ട് എഴുതുക. Does the vegetable garden benefits only us? പച്ചക്കറിത്തോട്ടം കൊണ്ട് നമുക്ക് മാത്രമാണ് ഗുണമുള്ളത്. നോ, വെജിറ്റബിൾ ഗാർഡൻ ഈസ് യൂസ്ഫുൾ ഫോർ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, സ്ക്വിറൽ, റാറ്റ്, എർത്ത് വർം, ബീറ്റിൽ, ഫ്രോഗ് എക്സെട്ര. നമുക്ക് ചുറ്റുപാടുമുള്ള പലതരം ജീവജാലങ്ങൾക്കും ഈ പച്ചക്കറിത്തോട്ടം കൊണ്ട് ഗുണങ്ങളുണ്ട്. വാട്ട് അതർ ക്രിയേച്ചേഴ്സ് കം ഇൻ ടു ദ ഗാർഡൻ? മറ്റ് ജീവജാലങ്ങൾ എന്തിനാണ് നമ്മുടെ തോട്ടത്തിലേക്ക് വരുന്നത്? ഡു ദേ കം ഓൺലി ടു ഈറ്റ് പെസ്റ്റ്സ്? അവ ജീവജാലങ്ങളെ പിടിച്ച് കഴിക്കാൻ മാത്രമാണോ വരുന്നത്? നോ, ക്രോപ്പ് ഫീഡിംഗ്, വിളകൾ കഴിക്കാനായിട്ടും, ഹെൽപ്പ് ഇൻ പോളിനേഷൻ, അതായത് പരാഗണം നടത്താനായിട്ടും, പെസ്റ്റ് കൺട്രോൾ, സീഡ് ഡിസ്പേഴ്സൽ, ജൈവിക കീടനിയന്ത്രണം, അതുപോലെ തന്നെ വിത്ത് വിതരണം. അപ്പോൾ ഈ ജീവജാലങ്ങൾ തമ്മിലുള്ള സംഭാഷണം എഴുതാനായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതാണിത്. ക്രോ, ഡിഡ് യു ഗെറ്റ് ദ സീഡ്സ്? ക്രോ വരുന്നത് അപ്പോൾ വിത്തുകൾ കഴിക്കാനായിട്ടാണ്. ഐ ഗോട്ട്, ഡിഡിൻ യു ഗെറ്റ് എ ഫ്രൂട്ട്? നിനക്ക് ഫ്രൂട്ട് കിട്ടിയില്ലെന്ന് അണ്ണാനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അണ്ണാൻ വരുന്നത് പഴങ്ങൾ കഴിക്കാനായിട്ടാണ്. ദിസ് ഫ്ലവർ ഹാസ് റൺ ഔട്ട് ഓഫ് ഹണി, ബട്ടർഫ്ലൈ തേൻ കുടിക്കാനായിട്ടാണ് വരുന്നത്. ഐ ആം വെരി ഹംഗ്രി, ഐ ക്യാൻ ഹാവ് സം ടപ്പിയോക്ക, ട്യൂബേഴ്സ് കഴിക്കാനായിട്ടാണ്, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാനായിട്ടാണ് എലികൾ വരുന്നത്. അപ്പോൾ ഒരു തോട്ടത്തിൽ ജീവജാലങ്ങൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കൂടെ തന്നെ ശലഭങ്ങൾ വന്നിരിക്കുമ്പോൾ പോളിനേഷൻ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. Have you noticed chilies and papayas sprouting up the surroundings without planting them? How can be it possible? നമ്മൾ നടാതെ തന്നെ മുളകും പപ്പായയും തുടങ്ങിയ സസ്യങ്ങളൊക്കെ വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയായിരിക്കും? Birds are important organisms that help in the dispersal of seeds. വിത്ത് വിതരണത്തിൽ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്ന ഒരാളാണ് പക്ഷികൾ. When they eat fruits, അവർ പഴങ്ങൾ കഴിക്കുമ്പോൾ, and nuts കഴിക്കുമ്പോൾ, and excrete, അവയുടെ വിസർജ്യത്തിലൂടെ, the seeds fall in various places. അപ്പോൾ അതിലൂടെ ഈ വിത്തുകൾ മണ്ണിൽ വീണിട്ട് പല സ്ഥലങ്ങളിലെത്തുന്നു. These seeds remain there and growing to plants. ഈ വിത്തുകളാണ് പിന്നീട് ചെടികളായിട്ട് മുളയ്ക്കുന്നത്. മഹാഗണി, പപ്പൂസ്, കോട്ടൺ, മുരിങ്ങ. പപ്പൂസ് എന്ന് വെച്ചാൽ അപ്പൂപ്പൻ്റാടിയാണ്. അവയിൽ മോഡ് ഓഫ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണം നടക്കുന്ന കാറ്റ് വഴിയാണ്. കോക്കനട്ട് ട്രീ, ഒതളത്തിനെയും ഒതളങ്ങായ്ക്കും കോക്കനട്ട് ട്രീക്കും വാട്ടർ വഴിയും. മാംഗോ ട്രീ, ജാക്ക് ട്രീ, ഫിഗ്, കാഷ്യൂ ട്രീ, പാം, ഫൈക്കസ് ഇവയൊക്കെ ആനിമൽസ് വഴിയാണ്. ലേഡീസ് ഫിംഗർ, ബാൾസം, റബ്ബർ ട്രീ ഇവ ബൈ ബേസ്റ്റിംഗ്, ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാണ് ഇവയ്ക്ക് വിത്ത് വിതരണം നടക്കുക. ട്രിബുലസ് ഗ്രാസസ് സ്റ്റിക്ക് ടു ദ ബോഡി ഓഫ് ആനിമൽസ്, ജീവികളുടെ ദേഹത്തെ ഒട്ടിപ്പിടിച്ചിട്ടാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വിത്ത് വിതരണം നടക്കുന്നത്. ഫുഡ് ഐറ്റംസ് ശരീരഭാഗങ്ങളായിട്ട് ഉൾപ്പെടുത്തി ഹ്യൂമൻ ഫിഗർ വരയ്ക്കാനായിട്ടാണ് ചോദ്യം. ഇപ്പോൾ ക്യാരറ്റ്, ബിറ്റർ ഗോഡ്, അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ഗുണങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ബർഗറിന്റെ ചിത്രമാണ്. ബർഗർ ഒരു ഹെൽത്തി ഫുഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബർഗർ ഈസ് നോട്ട് എ ഹെൽത്തി ഫുഡ്. ഇറ്റ് ലീഡ്സ് ടു ഒബസിറ്റി. ഫാറ്റ് ലെവൽ ഇൻക്രീസസ് ഇൻ ബ്ലഡ്. കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ വയറ് ചാടാനൊക്കെ ആയിട്ട് കാരണമാവുന്നു. ഇടയ്ക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എപ്പോഴും കഴിക്കുന്ന ശരീരത്തിന് അഴുക്കാണ്. ചേരുന്ന വരച്ച് യോജിപ്പിക്കാനായിട്ടാണ്. ട്യൂബർ, കിഴങ്ങെന്ന് പറയുന്നത്
വരച്ച് യോജിപ്പിച്ചിരിക്കുന്ന ടാരോ ചേമ്പിനോടാണ്. സീരിയൽ ബാർലി, എഗ് പ്രോട്ടീൻ ആണ്. മില്ലറ്റ് ലിറ്റിൽ മില്ലറ്റ്, എഡിബിൾ ഓയിൽ ഫാറ്റ് കൊഴുപ്പ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ചിത്രത്തിലെ ഫുഡ് ഐറ്റംസ് നോക്കിയിട്ട് അതിനെ വേവിച്ച് കഴിക്കുന്നവയ്ക്ക് ചുവപ്പ് നിറം, വേവിക്കാതെ കഴിക്കുന്നവയ്ക്ക് പച്ച നിറം, വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നവയ്ക്ക് മഞ്ഞ നിറം നൽകാനായിട്ടാണ്. ആ ബോക്സിലായിട്ടാണ് കളർ കൊടുക്കേണ്ടത്. ഇവിടെ കളർ എഴുതിയിട്ടുണ്ട്.